ഇസ്രായേലിന് ഇറാന്റെ വമ്പൻ മുന്നറിയിപ്പ്. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ പൂർത്തിയാക്കിയതായുള്ള യുഎന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഇറാന്റെ പുതിയ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇറാനിലെ ആണവായുധങ്ങളും ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന വമ്പൻ ഭീഷണിയാണിപ്പോൾ ആയത്തുള്ള അലി ഖമേനി നടത്തിയിരിക്കുന്നത്. 2025 മധ്യഭാഗത്തോടുകൂടി 2025 മധ്യകാലഘട്ടത്തിൽ ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങൾ, ആണവ പരീക്ഷണശാലകൾ, അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസി നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വമ്പൻ ഭീഷണി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യമിടുകയാണെങ്കിൽ ഇസ്രായേലിനെ മാത്രമല്ല അറബ് രാജ്യങ്ങളെ അടക്കം ആക്രമിക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാനിൽ വൻതോതിലുള്ള സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയത്തിൻ്റെ ശേഖരമുണ്ട് എന്ന് യുഎൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 6 ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് യുഎൻ്റെ റിപ്പോർട്ട് തന്നെ വെളിപ്പെടുത്തുന്നു. നേരത്തെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ ഇറാനിൽ വൻതോതിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാറ്റലൈറ്റ് മാപ്പിംഗ് തന്നെ ഇറാനിലെ ആണവ പരീക്ഷണശാലകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. നിരവധി കേന്ദ്രങ്ങളിൽ രഹസ്യമായി, അതീവ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ യുഎൻ്റെ തന്നെ വിശ്വസനീയമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇറാനിൽ വൻതോതിലുള്ള ആണവായുധ നിർമ്മാണം നടക്കുന്നു. ആണവായുധങ്ങൾ വൻതോതിൽ ഇറാൻ നിർമ്മിക്കുകയാണ്. ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ, ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്കയുമായോ ഇസ്രായേലുമായോ ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ തലങ്ങും വിലങ്ങും നോക്കാതെ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മാത്രമല്ല ലോകത്തിനാകമാനം വലിയ ഭയാനകമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ യുഎൻ്റെ റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും കടുത്ത നടപടികളിലേക്ക് പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് മാത്രമല്ല ഇസ്രായേലിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇറാന് കഴിയുമെന്നുള്ള വലിയ ഭീഷണിയാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി നടത്തിയിരിക്കുന്നത്. നേരത്തെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ വളരെ ഗൗരവമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഇറാനിലെ പർവ്വതങ്ങൾക്ക് താഴെ വലിയ ആണവ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. ഇറാനിലെ മരുഭൂമിക്ക് സമാനമായ പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. വലിയ തുരങ്കം തന്നെ ടെഹ്റാന് സമീപം ഇറാൻ നിർമ്മിക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ നേതൃത്വത്തിൽ വലിയ ടണലുകളും തുരങ്കങ്ങളും നിർമ്മിച്ചുകൊണ്ട് അതിനുള്ളിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണം നടത്തുകയാണ് ഇറാൻ എന്ന വിവരമാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ ഇതാ ഐക്യരാഷ്ട്രസഭ തന്നെ ഇറാനിലെ ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തുവിടുന്നു. വൻതോതിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഇറാനിൽ നടക്കുകയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വൻതോതിലുള്ള അളവ് ഇറാനിലുണ്ട്. ഇത് ലോകത്തിന് ഭീഷണിയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും സൗദി അറേബ്യയും എന്തിനേറെ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ, ആയുധ പരീക്ഷണങ്ങളാണ് ഇറാൻ നടത്തിയത്. ഖാദർ മിസൈൽ അടക്കം, ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളടക്കം, അതുപോലെ തന്നെ സർഫസ് ടു എയർ മിസൈലുകളടക്കം വലിയ പരീക്ഷണങ്ങൾ ഇറാൻ നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ ആയുധ പരീക്ഷണങ്ങൾ വൻതോതിലുള്ള ആശങ്കയാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല യൂറോപ്പിലാകെ ഉണ്ടാക്കിയിരിക്കുന്നത്.